കവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ യുവാവ് എഴുതിയ കവിത 7ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ വന്നിരിക്കുകയാണ്. കാസർഗോഡ് ബളാൽ സ്വദേശി പ്രകാശ് ചെന്തളത്തിന്റെ കാട് ആരത് എന്ന കവിതയാണ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്. ഗോത്രഭാഷ. നമസ്കാരം, ഞാൻ പ്രകാശ് ചെന്തളാണ്. കാസർഗോഡ് ജില്ലയിലെ ബളാൽ അത്തിക്കടവ് ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അച്ഛൻ ശങ്കരൻ, അമ്മ കുംഭ, സഹോദരി പ്രസന്ന. സന്തോഷമായിട്ട് ആണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ബളാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. 9ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ വീട്ടിലെ ചില സാഹചര്യങ്ങളും ചില പോരായ്മകളൊക്കെ കൊണ്ടാണ് എനിക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്തത്. എഴുത്താണ്, അക്ഷരങ്ങളോടുള്ള പ്രണയവും അതിനോടുള്ള വാക്കുകളെ തേടിയുള്ള അലയിലൊക്കെയാണ് ഈ കവിത രചനയിലേക്കുള്ള എൻ്റെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത്. ആ കാലം മുതൽ 6 വർഷക്കാലം കഠിനമായ എഴുത്തും വായനയൊക്കെയാണ് ഇന്നത്തെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അതിലേറെ സന്തോഷമാണ്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ ബളാൽ സ്വദേശിയായ പ്രകാശൻ ചെന്തളത്തിന്റെ കാട് ആരുടെ എന്ന ഗോത്രഭാഷയിൽ എഴുതിയ കവിതയാണ് പുതിയ അധ്യയന വർഷത്തെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ മാസികയിലും സമൂഹ മാധ്യമങ്ങളിലും നിരവധി കവിതകൾ എഴുതിയിട്ടുള്ള 9ാം ക്ലാസ്സുകാരനായ പ്രകാശൻ 3 വർഷങ്ങൾക്ക് മുമ്പ് DC ബുക്സ് നിരവധി ഗോത്ര കവികളുടെ കവിതകൾ ഉൾപ്പെടുത്തി ഗോത്ര കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ കവിതയാണ് വിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുത്തത്. ബളാലിലെ ശങ്കരന്റെയും കുംഭയുടെയും മകനാണ് പ്രകാശൻ. ജൈവ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പല കവിതകളും കാലത്തെ അതിജീവിക്കാൻ കഴിവുള്ളതാണെന്ന് പ്രകാശന്റെ ശക്തമായ ഭാഷാ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോടകം 300ലേറെ കവിതകൾ പ്രകാശൻ ചെന്തളം എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് സന്തോഷം. എന്താണെങ്കിൽ നിങ്ങളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമാണ്. ഇത്ര കാലം നിങ്ങളെപ്പോലെ നമ്മളും പുറമേ ഇരിക്കുക, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക, അത്തരം ഇടങ്ങളിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരാളായി മാറാൻ കഴിയുക, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ കാത്തു നിൽക്കുക, ഇതൊക്കെ കിട്ടുന്നൊരു സൗഭാഗ്യമാണ്. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇത്രയും നേരമുള്ളത്. എന്നിരുന്നാലും നമുക്ക് വർത്തമാനങ്ങളും ഇതിൻ്റെ പരിപാടിയുടെ പേര് തന്നെ നല്ല പ്രഭാഷണത്തിനപ്പുറത്തേക്ക് എന്താ പറയുക, കാടഴക് എന്ന് പറയുന്ന ഒരു പേരൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ക്ഷണിച്ചത്. എന്തായാലും ഒരുപാട് പോസ്റ്റർ നിർമ്മിച്ചവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അടിപൊളിയാണ് അതിൻ്റെ പേര് തന്നെ, കാടഴക് എന്നാണ്. അപ്പോൾ ആദ്യം ഞാനുണ്ടല്ലോ ഒരു കവിത ചൊല്ലിയിട്ട് നമുക്ക് വർത്തമാനങ്ങളിലേക്കും കവിതകളിലേക്കും നിങ്ങളുടെ പാഠഭാഗങ്ങളിലെ കവിതകളിലേക്കും നമുക്ക് കിടക്കാം. നിങ്ങളൊക്കെ കേട്ട് മറന്നൊരു കവിതയായിരിക്കും നെല്ലിക്ക എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് ഭാഗം. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു ചുവന്ന ചന്ദ്രമെന്നും പലരെങ്കിലും അവ പൊന്നല്ലാതുണ്ണി, പലരെങ്കിലും അവ പൊന്നല്ലാതുണ്ണി. കൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുനെല്ലുണ്ണി, കൊള്ളയായ പഴത്തിനുള്ളിൽ കാട് എങ്ങനെയാണ് കാടായി വന്നതെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പരിസ്ഥിതിയോ അല്ലെങ്കിൽ പ്രകൃതിയോ എല്ലാം തന്നെ നശീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനിയുള്ള നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം? കാടിനെ സ്നേഹിക്കുന്ന മക്കളാവുക, കാടിനെ പ്രണയിക്കുന്ന മക്കളാവുക. അതിനെ നശിപ്പിക്കുന്ന കുട്ടികളായി വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളും നല്ല പാഠങ്ങൾ നയിച്ചുകൊണ്ടുള്ള നല്ല പ്രകൃതി സ്നേഹിയായ മക്കളായി വരിക എന്നുള്ളതാണ് ആ കവിത കൊണ്ട് മുഴുവനായി പറയുന്നത്. കാട് ആര്? കാടിൻ്റെ ഒരു ഭാഷയുണ്ട്, മണയുണ്ട്, പാട്ടുണ്ട്, പയമയുണ്ട്. വീന്ത് മുളച്ചത്, ചാഞ്ച് മുളച്ചത് കാടങ്ങനെ. നമ്മ നട്ട കാടല്ലേ കാട് കാടായിട്ട് വന്നത്. പച്ചക്കാടുണ്ട്, പച്ചപ്പാട്ടുണ്ട്, കിളിക പാടും കാട്ടുമക്ക റങ്കിയ കാട്
വളർന്ന കാട്, പുതിയ കാട്, കണ്ണുങ്ക് മാത്രം പറഞ്ച പയമ പോലെ കാട് ഇങ്ങനെ പാടണം. ഇത് മലയാള പരിഭാഷ. കാട് ആരുടേത്? കാടിന് ഒരു ഭാഷയുണ്ട്, മണമുണ്ട്, പാട്ടുണ്ട്, കഥകളുണ്ട്. വീണ് മുളച്ചത്, ചാഞ്ഞു മുളച്ചത്, കാടങ്ങനെ. നമ്മൾ നട്ട കാട്, കാട് കാടായി വന്നത്. പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട്. കിളികൾ പാടും, കാട്ടുമക്കൾ ഉറങ്ങിയ കാട്. വളർന്ന കാട്, പുതിയ കാട്, വളർന്ന കാട് ഇന്ന് കൺകാഴ്ച മാത്രം. പറഞ്ഞു വെച്ച കഥ പോലെ കാട് ഇങ്ങനെ പാടുന്നു. പറഞ്ഞു വെച്ച കഥ പോലെ കാട് അങ്ങനെ പാടുന്നു. പ്രകാശ് അടയാളപ്പെടുത്തിയ ഒരു ഗോത്ര ഭാഷ. ആ ഭാഷയെ നിങ്ങൾ ആ ഭാഷ അടയാളപ്പെടുത്തുന്നതിലൂടെ